വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 10 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. സമാധാനമല്ല ഭിന്നതകൾ. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ യേശു നൽകുന്ന ഉറപ്പ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ സംസാരിക്കുന്ന യേശുവിനെയാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. യേശു പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ തുടർന്ന് പറയുന്നു, തന്റേതായിട്ടുള്ള ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ ഭിന്നതകൾക്ക് നിദാനമായി തീരാം. തന്റേതായിട്ടുള്ള വചസ്സുകൾ ജീവനും ആത്മാവുമാകുന്നു എന്ന് യേശു മറ്റൊരവസരത്തിൽ പറഞ്ഞത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവനെയും ആത്മാവിനെയും കണ്ടെത്താൻ സാധിക്കാതെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും യേശുവിന്റെ ദർശനങ്ങൾ പ്രതിഷേധാർഹമായി തീരാമെന്ന് മുൻകൂട്ടി തന്നെ യേശു കാണുകയാണ്. യേശു തുടർന്ന് സംസാരിക്കുകയാണ്, തന്റേതായിട്ടുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ വളരെയേറെ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് യേശു തുറന്ന് സമ്മതിക്കുന്നു. പക്ഷേ ആ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ കൈവരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന വ്യക്തികളെ തന്റെ ശിഷ്യന്മാരായിട്ട് ഗണിക്കപ്പെടാൻ ഇടവരികയുള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യേശു സംസാരിക്കുന്നത്. അതുകൊണ്ട് ജീവനും ആത്മാവുമായി തീരാവുന്ന തന്റെ വചസ്സുകൾ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ഇടവരുന്ന വ്യക്തികള് അവർക്ക് ആത്യന്തികമായിട്ട് നഷ്ടപ്പെടാൻ ഇടയാകുന്നതിനേക്കാൾ അവർ സമ്മാനിതരാകുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പാണ് യേശു ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ മൂല്യബോധം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതകൾ സ്വന്തം ഭവനത്തിൽ തന്നെ നാം ദർശിക്കാനിടവരാം. നാം ജീവിക്കുന്ന സമൂഹത്തിലെ നമ്മൾ അനുഭവിക്കാനിടവരാം. അപ്പോഴൊന്നും നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ട. തികഞ്ഞ ബോധ്യത്തോടുകൂടെ എന്നെ അനുധാവനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന വ്യക്തികൾ എന്റെ ശിഷ്യന്മാരായിട്ട് ഗണിക്കപ്പെടുകയും അവർ പൂർണ്ണാർത്ഥത്തിൽ സമ്മാനിതരാകുക തന്നെ ജീവിതത്തിൽ ചെയ്യുമെന്നും യേശു ഉറപ്പുകൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്.